10 മിനിറ്റിൽ നോമ്പ് തുറക്കാനായിരുന്നോട് ഞാൻ ക്ലോക്ക് നോക്കുന്നു പറയുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു ഡെസേർട്ട് ക്രേവിങ് വന്നപ്പോൾ ഉണ്ടാക്കിയത്. ഇവിടെ ഇപ്പോൾ നോമ്പ് തുറ എന്നും കഴിഞ്ഞ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മധുരം വേണം. അപ്പോൾ എൻ്റെ ആ കൂടെ കുറച്ച് കടിച്ച പകുതിയായിട്ടുള്ളൊരു ക്രൊസോൺ ഉണ്ട്, 2 അത് ആൽമണ്ട് ക്രൊസോണാണ്. 2-3 ബ്രിയോഷ് ബണ്ണുണ്ട്. അത് ബട്ടറുള്ള ബണ്ണാണ് കേട്ടോ അതിന് പറയാം. അപ്പോൾ ഞാനെല്ലാം കൂടി അതൊന്ന് എയർ ഫ്രയറിലിട്ടിട്ട് ഒന്ന് ഹാർഡാക്കി ഒന്ന് ടോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിസ്പി ആക്കുക. എന്നിട്ട് ഞാനൊരു പാൽ മിക്സ് ഉണ്ടാക്കണം. പാലുണ്ട്, ക്രീമുണ്ട്, പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ വെറുതെ അങ്ങനെ ഇട്ടുന്നുള്ളൂ. കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഇത്തിരി വാനില എസൻസ് ഒഴിച്ച്, പിന്നെ ഞാനതിലേക്ക് ഇത്തിരി സിനമൺ പട്ടപ്പൊടി അതിട്ട് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബേക്കിംഗ് ഡിഷ് ചെറിയൊരു ഡിഷിൽക്കുള്ളതാണ് ഇത്. അളവൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. നിങ്ങൾ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ബ്രെഡ് ബണ്ണില്ലെങ്കിൽ ബ്രെഡ് ഉപയോഗിക്കാം, റസ്ക് ഉപയോഗിക്കാം. അതൊന്ന് ഇങ്ങനെ ഒന്ന് കട്ടിയാക്കിയതേ ഉള്ളൂ, എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ക്രിസ്പി ആക്കിയതാണ്. അതല്ലെങ്കിൽ ഇത്തിരി പാത്രത്തിൽ ഇത്തിരി ബട്ടർ ഇട്ടിട്ടൊന്ന് അങ്ങോട്ട് ടോസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ആദ്യം പാലൊഴിച്ച് ബണ്ണിട്ട് ക്രോസോണിട്ട് പിന്നെ അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഇട്ട്, ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റ് രണ്ടും മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കി ഇനി എന്തെങ്കിലും വേറെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ അതിൽ കുറച്ച് ക്രീം ചീസ് കണ്ടു. കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ക്രീം ചീസ് അവിടെ ഇവിടെ ഇട്ട്, കാരണം അപ്പോൾ ഒരു മധുരവും ചീസ് ബേക്ക് ചെയ്ത മാതിരിയൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച്, അപ്പോൾ ബണ്ണ് മൊത്തം വലിച്ചെടുക്കണം കേട്ടോ പാല്. എന്നിട്ട് അങ്ങനെ ഞാൻ ഓവനിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് വെച്ച്, ഞാൻ 200 വെക്കണ്ട, നമ്മൾ ശരിക്കും 180 കുക്ക് ചെയ്താൽ മതി. ഇത് ഞാൻ പെട്ടെന്ന് ആവണമല്ലോ, നോമ്പ് തുറക്കണേ മുന്നേ ആവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓവനിൽ വെച്ച്. അപ്പോൾ കണ്ണ് വെക്കണേ, കരിയിക്കരുത്. എൻ്റെ ഒരു ഇത്തിരി മേലെ കരിഞ്ഞ, പക്ഷെ എന്നാലും അത് കുഴപ്പമൊന്നുമില്ല. കരിഞ്ഞ് 2-3 കഷ്ണങ്ങളെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ചോക്ലേറ്റ് സോസ് ഒഴിക്കും. അപ്പോൾ അത് ക്രീമും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി മൈക്രോവേവിലൊന്ന് മെൽറ്റ് ചെയ്തതാണ്. അത് മേലെ ഒഴിച്ച് ഇതെന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. ചൂടോടെ തന്നെ അങ്ങനെ കഴിച്ചിട്ട് നോമ്പ് തുറന്നപ്പോൾ ഓ മാഷാല്ലാ. ഇതിൽ ആ ക്രീം ചീസ് മെൽറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇത്തിരി ഒരു പുളിയുണ്ട്, ചോക്ലേറ്റിൻ്റെ മധുരവും പിന്നെ ബണ്ണും, പിന്നെ ഇത് ക്രൊസോൺ ഓൾറെഡി ആൽമണ്ട് ക്രൊസോൺ ആയതുകൊണ്ട് അതിൻ്റെ മേലത്തെ ആൽമണ്ട് നട്ട്സും ഒക്കെ കൂടിയായിട്ട് വന്നപ്പോൾ സൂപ്പറായിരുന്നു. എളുപ്പത്തിലും ഉണ്ടാക്കുക, നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവണൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് എയർ ഫ്രയറിൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുപ്പത്തും ചെയ്യുക. പാലൊന്ന് കുറുക്കിയാൽ മതി. പാലിൽ ഇത്തിരി കോൺഫ്ലവർ ഇട്ടിട്ടൊന്ന് കട്ടിയുള്ള പാലാക്കി കുറുക്കിയിട്ട് പിന്നെ ബണ്ണിൽക്കൊക്കെ ഇട്ടിട്ട് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി ആവുന്നതാണ്. പണ്ടത്തെ നമ്മൾ ബണ്ണും പാല് കഴിക്കണ ആ ഒരു ഫീലിംഗ് തന്നെ അതൊന്ന് മോഡേൺ ആക്കിയെന്നുള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.